ബിഗ് ബോസ് കഴിഞ്ഞാലും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലാണെങ്കിലും വാർത്തകളിലാണെങ്കിലും നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ് അനുമോള്. ബിഗ് ബോസ് ഹൗസിനകത്തും അങ്ങനെ തന്നെയായിരുന്നു, കണ്ടന്റോടെ കണ്ടന്റ്. വെളിയിൽ വന്നപ്പോഴും അനുമോള് തന്നെ ഒരു കണ്ടന്റ്. ഇപ്പോഴും പലരും അനുമോളെ വെച്ചും കണ്ടന്റ് ഉണ്ടാക്കുന്നു. അനുമോള് എന്തായാലും എല്ലാവർക്കും ഒരു ചെറിയ രീതിയിൽ ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്. അത് കൊള്ളേണ്ടവർക്കെല്ലാം കൃത്യമായിട്ട് കൊള്ളുകയും ചെയ്യും. അനുമോളിനെ തന്നെ യൂട്യൂബ് ചാനലിൽ അനുമോൾ ഇട്ട വീഡിയോയിലാണ് ആ മറുപടി കൊടുത്തിരിക്കുന്നത്. എന്തായാലും നമ്മൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഹൈപ്പ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ. അനുമോൾ ഇപ്പോൾ ദുബൈയിലേക്ക് പോവുകയാണ്. ആ ദുബൈയിലേക്ക് പോകുന്ന ആ പാക്കിങ്ങും കാര്യങ്ങളും എല്ലാം കാണിക്കുന്നുണ്ട്. ഡ്രസ്സുകളൊക്കെ പാക്ക് ചെയ്തുകൊണ്ട് പോകുന്നതെല്ലാം കാണിച്ചുകൊണ്ടാണ് ആ വീഡിയോ തുടങ്ങുന്നത്. പക്ഷെ ആ വീഡിയോയിൽ കുറെ കാര്യങ്ങൾ അനുമോള് പറയുന്നുണ്ട്. ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൊള്ളേണ്ടവർക്ക് ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും കൊള്ളുന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. കുറെ പേര് നെഗറ്റീവ് പറയുന്ന കുറെ പേര് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അനുമോൾ ജയിച്ചത് PR-ന്റെ മേളിലാണ്, അനുമോൾക്ക് അങ്ങനെ സപ്പോർട്ട് ഒന്നും ഇല്ല, അനുമോള് ബിഗ് ബോസ് ഹൗസിനകത്ത് എന്ത് ചെയ്തു എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരോടെല്ലാം പറയാനുള്ളത്, നിങ്ങൾ ബിഗ് ബോസ് ഹൗസിനകത്ത് 80% കണ്ടന്റ് കൊടുത്തത് അനുമോളായിരുന്നു. ഇപ്പോൾ വെളിയിൽ വന്നതിന് ശേഷവും 80 അല്ല 90% കണ്ടന്റും അനുമോളെ കൊണ്ട് തന്നെയാണ് ഓടുന്നത്. എന്താന്ന് വെച്ചാൽ ഈ പറയുന്ന കണ്ടസ്റ്റൻസിൽ മിക്ക ആൾക്കാരും ഇപ്പോഴും കണ്ടന്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അനുമോളുടെ പേരിലാണ്. അല്ലെങ്കിൽ അവരൊരു ഇന്റർവ്യൂ കൊടുത്താലോ അല്ലെങ്കിൽ അവരെ ഒരു ലൈവ് വന്നാലോ എല്ലാത്തിലും അനുമോളെ പറ്റിയുള്ള ചോദ്യങ്ങളാണ് പ്രേക്ഷകർ ചോദിക്കുന്നത്. അനുമോളെ കുറിച്ച് മറ്റുള്ളവർക്ക് എന്താണ് ഇനി ഇപ്പോഴും പറയാനുള്ളത് എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് ഉയരുന്നത്. പക്ഷെ കൂടുതൽ പേരും ഇപ്പോൾ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുന്നത് കാണുന്നുണ്ട്. അതുപോലെ തന്നെ പലരും അതെടുക്കാൻ ഇപ്പോൾ കുറച്ച് മടി കാണിക്കുന്നുണ്ട്. നേരത്തെ അങ്ങനെ അല്ലായിരുന്നു. ഇന്റർവ്യൂ എല്ലാം കയറി ഇരുന്ന് അനുമോൾക്ക് VR ഉണ്ട്, അനുമോൾക്ക് VR ഉണ്ട് എന്നുള്ള ഒരൊറ്റ വാചകമേ ഉള്ളായിരുന്നു. പക്ഷെ ഇപ്പൊ അതൊക്കെ കുറച്ചൊക്കെ കുറഞ്ഞിട്ടുണ്ട്. കാരണം മറ്റൊന്നുമല്ല, തിരിച്ചടികൾ പലയിടങ്ങളിൽ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഇനിയിപ്പോ ഈ കണ്ടന്റ് പിടിച്ചിട്ട് വലിയ കാര്യമൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ടായിരിക്കാം. എന്നാലും അനുമോൾ തന്നെയാണ് ഇവരുടെ എല്ലാം മെയിൻ കണ്ടന്റും അതുപോലെ തന്നെ മെയിൻ ടാർഗറ്റും. എന്തായാലും അനുമോൾ പറഞ്ഞ എന്താണെന്ന് കേൾക്കാം. ഇത് ഒന്നൊന്നര ട്രിപ്പായിരിക്കും കേട്ടോ. നമ്മളൊരു 5-6 ദിവസം അവിടെ കാണും കേട്ടോ ദുബായില്. അപ്പൊ എന്നെ കാണാൻ ഇഷ്ടമുള്ളവരൊക്കെ അവിടെ വന്നോളൂ. എനിക്കൊരു പ്രശ്നമല്ല, എല്ലാവരും എന്നെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നെ ചീത്ത വിളിക്കാനും ആഗ്രഹിക്കുന്നവർ കാണും. പക്ഷെ അവരൊന്നും എന്നെ കാണാൻ വരണ്ട. എന്നെ ഇഷ്ടമില്ലാത്തവർ ആരും വരരുത് പ്ലീസ്. എന്നെ ഇഷ്ടമുള്ളവർ മാത്രം എന്നെ കാണാൻ വന്നാൽ മതി. ദയവ് ചെയ്ത് എന്നെ ഇഷ്ടമില്ലാത്തവർ കല്ലെറിയാൻ വേണ്ടി വരരുത്. അത് എനിക്ക് എന്റെ ഒരു അഭ്യർത്ഥനയാണ്, എന്റെ അപേക്ഷയാണ്, എന്റെ റിക്വസ്റ്റ് ആണ്. അതുകൊണ്ട് എന്നെ ഇഷ്ടപ്പെടുന്ന നല്ല നല്ല ഫാമിലിക്കാരുണ്ട്, എന്നെ പോലെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവർ മാത്രം എന്നെ കാണാൻ വേണ്ടി വരാം. അല്ലാത്തവർ ബിഗ് ബോസ് കണ്ടിട്ട് പുറമേ ഇരുന്ന് കണ്ടിട്ട് ദയവ് ചെയ്ത് അങ്ങോട്ട് വരരുതേ എന്നെ കാണാനായിട്ട്. കുറെ പേരുടെ കുറെ തെറ്റിദ്ധാരണകളുണ്ട്. അപ്പൊ ആ ടോൺ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. പലർക്കും ഇട്ടുള്ള ഒരു കൊട്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. കൃത്യമാണ് അവിടെ പറയുന്നത്. അനുമോളെ ഇഷ്ടപ്പെടുന്നവർ മാത്രം അവിടെ പോയാൽ മതി. എന്നെ കാണണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട്, എന്നെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, അവര് മാത്രം വരിക. കല്ലെറിയാനോ നെഗറ്റീവ് പറയാനോ ഒക്കെ വരുന്നവർ ദയവായി വരാതിരിക്കുക എന്നാണ് പറയുന്നത്. എന്താന്ന് വെച്ചാൽ ഞാൻ എങ്ങനെയാണെന്നുള്ളത് ബിഗ് ബോസ് ഹൗസിനകത്തും കാണിച്ചു തന്നാണ്, വെളിയിലും ഞാൻ ഇങ്ങനെയാണ്. അപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്നവർ മാത്രം വരിക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് എന്തായാലും കറക്റ്റായിട്ട് തോന്നി. അതുപോലെ തന്നെ ആ പറഞ്ഞ ആ ഒരു ടോൺ ഉണ്ടല്ലോ, നല്ല രസമുണ്ട് കേൾക്കാൻ. മറ്റൊന്നുമല്ല, ആ ടോൺ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അത് പലർക്കും ഇട്ടുള്ള ഒരു കുത്തു തന്നെയാണ്. എന്തായാലും അത് കൊള്ളേണ്ടിടത്തൊക്കെ ശരിക്കും കൊണ്ടിട്ടുമുണ്ട്. ദുബൈയിലാണെങ്കിലും വിദേശത്താണെങ്കിലും അനുമോളെ ഇഷ്ടമില്ലാത്തവരും ഉണ്ടായിരിക്കാം, ഇഷ്ടമുള്ളവരും ഉണ്ടായിരിക്കാം. പക്ഷെ അനുമോള് അതിനകത്ത് എടുത്തു തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ദയവ് ചെയ്ത് എന്നെ മനസ്സിലാക്കിയവർ, എന്നെ കണ്ട് ഇഷ്ടപ്പെട്ട് മനസ്സിലാക്കിയവർ മാത്രം വന്നാൽ മതി. ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. ഇഷ്ടമുള്ളവർ മാത്രം വരിക. എന്നെ കാണണമെന്ന് ഒരുപാട് പേർക്ക് ആഗ്രഹമുള്ളവർ അവിടെ ഉണ്ട്. അതുപോലെ എന്നെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, എന്നെ മനസ്സിലാക്കിയവരുണ്ട്. അവര് മാത്രം വന്നാൽ മതി എന്നാണ് പറയുന്നത്. എന്തായാലും അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യണം. ഓക്കെ, ദയവ് ചെയ്ത് അങ്ങോട്ട് വരരുതേ എന്നെ കാണാനായിട്ട്. കുറെ പേരുടെ കുറെ തെറ്റിദ്ധാരണകളുണ്ട്. അതൊക്കെ എനിക്ക് എങ്ങനെ തീർത്തു കൊടുക്കാൻ അറിഞ്ഞൂടാ. അപ്പൊ ഒരു പെട്ടി ഞാൻ പാക്ക് ചെയ്തു. എന്നെ കുറിച്ച് ഒരുപാട് പേർക്ക് തെറ്റിദ്ധാരണകളുണ്ട്. പക്ഷെ ആ തെറ്റിദ്ധാരണകളൊക്കെ എങ്ങനെ മാറ്റി കൊടുക്കണമെന്ന് എനിക്കറിയത്തില്ല. എന്ന് വെച്ചാൽ എനിക്ക് അതിനുള്ള സമയമില്ല എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ തെറ്റിദ്ധാരണകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അനുമോളുടെ കൂടെ ഗെയിം കളിക്കാൻ വന്ന കണ്ടസ്റ്റൻസിനാണെങ്കിലും ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് അനുമോളെ കുറിച്ച്. അനുമോള് കൃത്യമായിട്ട് പറയുന്നുണ്ട്, എനിക്ക് അതിലൊന്നും താല്പര്യമില്ല, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ നിങ്ങളുടെ തെറ്റിദ്ധാരണകൾ മാറ്റിത്തരും, എനിക്ക് അത് അറിയത്തില്ല. സത്യമായ കാര്യമല്ലേ, ഏത് രീതിയിൽ മാറ്റി കൊടുക്കണം
അവര് PR ഉണ്ടെന്ന് പറയും, അല്ലെങ്കിൽ അനുമോള് എന്ത് ഗെയിം കളിച്ചെന്ന് ചോദിക്കും, അല്ലെങ്കിൽ അനുമോൾ എന്താണെന്ന് ചോദിക്കും. അവർക്ക് എന്തൊക്കെയോ അവർക്ക് തോന്നുന്നത് അതെല്ലാം പറയും. അല്ലെങ്കിൽ ലേഡി ബിഗ് ബോസ് ആണെന്ന് പറഞ്ഞ് കുറച്ച് പേര് വെളിയിൽ നടപ്പുണ്ട്. ഞങ്ങളാണ് 10 ദിവസം നിന്നവരും ബിഗ് ബോസിന്റെ വലിയ എന്തോ കപ്പൊക്കെ അടിച്ച് അല്ലെങ്കിൽ 100 ദിവസം നിന്ന് വന്നവരെ പോലെയൊക്കെയാണ് ഇന്റർവ്യൂസും ഒക്കെ ഇരുന്ന് സംസാരിക്കുന്നത്. അപ്പൊ അവരെല്ലാം സ്പ്രെഡ് ചെയ്യുന്നത് അനുമോൾക്കെതിരെയുള്ള നെഗറ്റീവ് മാത്രമാണ്. അതാണ് അനുമോൾ പറയുന്നത്, എന്നെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ അത് ഞാൻ എങ്ങനെ മാറ്റണം, അല്ലെ ഞാൻ ഏത് രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് എന്നെ മനസ്സിലാക്കുന്നവർ മാത്രം എന്നെ മനസ്സിലാക്കുക മതി. അതുപോലെ തന്നെ എന്നെ മനസ്സിലാക്കുന്നവർ മാത്രം, അല്ലെ എന്നെ ഇഷ്ടപ്പെടുന്നവർ മാത്രം എന്നെ കാണാൻ വന്നാൽ മതി എന്നുള്ള രീതിയിൽ അവിടെ സംസാരിക്കുന്നത്. എന്തായാലും എനിക്കിത് പലർക്കുമുള്ള മറുപടിയായിട്ടാണ് തോന്നുന്നത്. അനുമോൾ ഇങ്ങനെയാണ്. നമ്മൾ പല ഉദ്ഘാടന വേദികളിൽ പോകുമ്പോഴാണെങ്കിലും ഓരോരുത്തർ ചോദിക്കുന്ന ചോദ്യത്തിൽ നിന്നും ചില ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് പലർക്കും കുറുക്കി കൊള്ളുന്നത് പോലെയാണ് കൊടുക്കുന്നതും. പക്ഷെ കൊടുത്തില്ലെങ്കിൽ മിണ്ടാതെ അംഗീകരിക്കും. അത് തന്നെയാണ് ഏറ്റവും നല്ലതും. അങ്ങനെയുള്ള ചെറിയ സിമ്പിൾ വാചകത്തിൽ എല്ലാം ഉണ്ട് എന്ന് എല്ലാരെയും അറിയിക്കുന്ന രീതിയിൽ തന്നെയാണ് അനുമോളുടെ മറുപടികളെല്ലാം. കൂടുതൽ പേരും അനുമോളെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കാൻ ഇരുന്നത് അനുമോൾ ഇനി ഇവര് പറയുന്നതെല്ലാം മറുപടി പറയും വെളിയിൽ വന്നു കഴിയുമ്പോൾ എന്ന് വിചാരിച്ചിരുന്നവർക്കെല്ലാം കിട്ടിയ ഒരു അടി തന്നെയായിരുന്നു. അനുമോള് ഒന്നും മിണ്ടിയില്ല. അനുമോളുടെ മൗനം പോലും കണ്ടന്റ് ആക്കുന്നവരായിരുന്നു. എന്നുവെച്ചാൽ അനുമോള് മിണ്ടുന്നില്ല എന്നുള്ളതായിരുന്നു. അനുമോള് മിണ്ടിയില്ല. അതുകൊണ്ട് എന്താണ്, കുറച്ച് കഴിഞ്ഞപ്പോ അവർക്ക് പറഞ്ഞ് വാ കരച്ചപ്പോ അവരെ നിർത്തി. അനുമോൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ? ഒന്നും സംഭവിച്ചില്ല. അനുമോൾക്ക് പഴയതിനേക്കാൾ കൂടുതൽ ഫെയിമിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എത്രമാത്രം അടിച്ചു താഴ്ത്താൻ ശ്രമിക്കുന്നു അതിനേക്കാൾ മേളിലേക്ക് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പലരും ഏറിൽ കിടന്ന് പറക്കുമ്പോൾ അനുമോള് തന്റെ കരിയറിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് സത്യവും. മുൻ ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആയ യമുന കുറച്ച് കാര്യങ്ങൾ ഒരു ഇന്റർവ്യൂവിൽ സംസാരിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് അതൊന്ന് കേൾക്കാം. കൃത്യമായിട്ട് അനുമോളുടെ ഗെയിമിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അവിടെ ശരിക്കുള്ള ഒരു ഉത്തരം അവിടെ യമുന കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അത്രമാത്രം ചിന്തിച്ചു തന്നെയാണ് അവിടെ ഉത്തരം പറയുന്നതും അത്രമാത്രം അനുമോളെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അവിടെ സംസാരിക്കുന്നത്. നമുക്ക് അതൊന്ന് കേൾക്കാം. കണ്ടു കുറെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, സീസൺ 7 കണ്ടിട്ടുണ്ടായിരുന്നു. കണ്ടു കുറെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ചേച്ചിക്ക് അനുമോള് കപ്പടിച്ചു, എന്ത് തോന്നി? അനുമോള് ഗെയിം കളിച്ചു. അനുമോള് നന്നായിട്ട് ഗെയിം കളിച്ചു. നമുക്കില്ലെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ആദ്യം ഇപ്പൊ കരച്ചിലും ഒരു ഗെയിമാണ്. അതെ, കോണ്ടന്റ് ആണ്. ആ അല്ലേ? അതെ. അപ്പൊ അത് ബുദ്ധിപൂർവ്വം അതെ, അനുമോള് കുറച്ച് നാള് കരഞ്ഞു, പിന്നെ അതൊന്ന് ബ്രേക്ക് എടുത്ത് പ്ലാച്ചിയെ കൊണ്ട് കുറച്ച് നാള് പ്ലാച്ചി എന്ന് പറഞ്ഞ് കാണിച്ചു, പിന്നെ ബ്രേക്ക് എടുത്തു, പിന്നെ എനിക്ക് തോന്നുന്നു എന്തോ ലവ് ട്രാക്ക് എന്തോ പിടിക്കാൻ നോക്കി. അതേ പറഞ്ഞു, ഓരോ സ്റ്റേജ് അതൊരു ഗെയിം ഷോ ആണ്. അപ്പൊ അത്രയും അത് ബുദ്ധിപൂർവ്വം ആ കുട്ടി കളിച്ചതുകൊണ്ടല്ലേ കപ്പ് കിട്ടിയത്. അതെ, പക്ഷെ PR അന്നത്തെ നിങ്ങളുടെ സീസൺ എല്ലാരും പറയുന്നതാണ്, ഇതിനകത്ത് ലാസ്റ്റ് ആങ്കർ ചോദിക്കുന്നതാണ് PR-ന്റെ കാര്യം പറഞ്ഞു വരുന്നുണ്ട്. നിങ്ങളുടെ സീസണിലൊന്നും PR ഇല്ലായിരുന്നല്ലോ എന്നുള്ള, അല്ലെങ്കിൽ PR ഇത്ര അതിപ്രസരം ഇല്ലായിരുന്നല്ലോ, PR കൊണ്ടാണ് ജയിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോഴും അതിനുള്ള കൃത്യമായ ഉത്തരം അവിടെ യമുന കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്താ വെച്ചാൽ എങ്ങനെയെങ്കിലും അനുമോളെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കണം എന്നാണ് എല്ലാവരുടെയും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവർക്കും. പക്ഷെ ഇവിടെ യമുന പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അനുമോള് കണ്ടന്റ് കൊടുത്തു എന്ന് വെച്ചാൽ കരയേണ്ട സമയത്ത് കരഞ്ഞു, പ്ലാച്ചിയെ കൊണ്ട് അപ്പൊ ചോദിക്കുന്നുണ്ട് പ്ലാച്ചിയെ കൊണ്ടുവന്നു, കരയുന്നു, ലവ് ട്രാക്ക് പിടിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ യമുന അവിടെ ആൻസർ പറയുന്നുണ്ട്. അതെനിക്ക് കറക്റ്റ് ആയിട്ട് തോന്നി. വേറൊന്നുമല്ല, അവിടെ പോകുന്നവരെന്തിനാണ്? കണ്ടന്റ് കൊടുക്കാനാണ് പോകുന്നത്. ഓരോ സെക്ഷൻ ഒരേ കണ്ടന്റ് കൊടുത്തുകൊണ്ടിരുന്നാൽ ബോറടിക്കും, ആരും പിന്നെ ശ്രദ്ധിക്കത്തില്ല. അങ്ങനെയാണ് ഞാൻ ഒരാളുടെ പേര് എടുത്തു പറയുന്നില്ല. അങ്ങനെയാണ് ഒരാളിനെ ആദ്യം ഒരു ഫാൻ ബേസ് ഒക്കെ വന്ന ഒരാളിനെ പിന്നെ ആർക്കും അത്രയും ഫാൻ ബേസ് നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റാതെ ആയിപ്പോയത് ഈ സീസൺ 7 തന്നെ. കാരണം എന്താണ്? ഒരേ കണ്ടന്റ്. അപ്പം ഒരേ കണ്ടന്റ് അങ്ങനെ ആരും ഇഷ്ടപ്പെടത്തില്ല. അതിന് വ്യത്യാസമൊക്കെ വരണം, എന്ന് വെച്ചാൽ മാറ്റം വന്നുകൊണ്ടേ ഇരിക്കണം. അത് തന്നെയാണ് അനുമോള് ചെയ്തതും. ആദ്യം മുതലേ ഓരോ ഇന്റർവെൽ നമുക്ക് ശ്രദ്ധിച്ചാൽ മതി. ഓരോ ഇന്റർവെൽ ടൈം എന്ന് വെച്ചോ, അങ്ങനെ തന്നെ ഓരോ സമയത്തും ഓരോ കണ്ടന്റുകൾ കൊടുത്തുകൊണ്ടേയിരുന്നു. വ്യത്യസ്തമായ കണ്ടന്റുകളായിരുന്നു. കരച്ചിലായിക്കോട്ടെ, പ്ലാച്ചി ആയിക്കോട്ടെ, പ്ലാച്ചി വരെ അവിടെ കണ്ടന്റ് ആയിരുന്നു. പ്ലാച്ചി വരെ കണ്ടന്റ് ആക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതാണ് ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. തനിക്ക് കിട്ടുന്ന പിടിവള്ളിയിൽ പിടിച്ചു കയറി കണ്ടന്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതാണ് അവിടെ പലരും ചെയ്യാതിരുന്നതുകൊണ്ട് എന്ത് പറ്റി? അവരൊക്കെ നേരത്തെ ഔട്ടായി, പിന്നെ വെളി വന്നിരുന്ന് കരച്ചിലും പിടിച്ചിലും ഒക്കെ ആയി. പക്ഷെ അനുമോൾ എന്ത് ചെയ്തു? സമയാസമയങ്ങളിൽ പ്രേക്ഷകർക്ക് എന്താണോ വേണ്ടത് അത് കൃത്യമായിട്ട് കൊടുത്തുകൊണ്ടേയിരുന്നു. അതുകൊണ്ടാണ് അനുമോൾ 100 ദിവസം നിന്നതും കപ്പ് അടിച്ചുകൊണ്ട് വന്നതും. അത് തന്നെയാണ് യമുന ഇവിടെ പറയുന്നത്. ഇതാണ് ഗെയിം, അതൊരു ഗെയിം ഷോ അല്ലേ, ആ ഗെയിം ഷോയിൽ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആങ്കർ പിന്നെ അതിന്റെ വട്ടം പിടിച്ച് കയറുന്നുണ്ട്. മറ്റൊന്നുമല്ല, അനുമോളെ എന്തെങ്കിലും കിട്ടണം, അനുമോളുടെ നെഗറ്റീവ് ആരെങ്കിലും ഒക്കെ ഒന്ന് പറയണം. അത് വെച്ചിട്ട് പിന്നെ അങ്ങോട്ട് ബൂസ്റ്റ് ചെയ്ത് പോകണമല്ലോ. പക്ഷെ ഒന്നും നടന്നില്ല എന്നുള്ളതാണ്. അതിപ്പോ ഈ ആങ്കർ മാത്രമല്ല കേട്ടോ, ഏത് ചാനലിലെ ഏത് ആങ്കർമാരൊക്കെ അവർക്ക് കണ്ടന്റ് ആണ് ആവശ്യം. അത് നെഗറ്റീവ് പറഞ്ഞാലേ കിട്ടത്തുള്ളൂ. കുറച്ചുകൂടെ പബ്ലിസിറ്റി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അനുമോളെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും നെഗറ്റീവ് പറയണം. ആ നെഗറ്റീവ് പറയുമ്പോൾ ആൾക്കാരെല്ലാം എടുത്തിട്ട് റിയാക്ട് ചെയ്യും, കാര്യങ്ങളൊക്കെ ചെയ്യും. അതിനു വേണ്ടിയാണ് ചോദിക്കുന്നത്.
ചില ചാനലുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, മനഃപൂർവ്വമായിട്ട് തന്നെ അനുമോളെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി തന്നെ പല ആങ്കേഴ്സും ശ്രമിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പലരും ശ്രമിക്കുന്നുണ്ട്. ആരെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അനുമോളുടെ നെഗറ്റീവ് വെച്ചിട്ടാണ് ചോദ്യം. അവര് പിന്നെ അതിന് അനുകൂലമായിട്ട് പ്രതികരിക്കുവാണെങ്കിൽ പിന്നെ അതിൽ പിടിച്ച് കയറുന്നത്. എന്തായാലും യമുനാറാണി ഇവിടെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള അഭിപ്രായവും നിങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെയാണ് മറ്റൊരു വിഷയം, വിനുവും അനുമോളും അടിച്ചു പിരിഞ്ഞു എന്നാണ് പറയുന്നത്. എനിക്കറിയത്തില്ല അടിച്ചു പിരിഞ്ഞു എന്താണ് അവർ തമ്മിലുള്ള പ്രശ്നമൊന്നും നമുക്കറിയത്തില്ല. പക്ഷെ ഇടയ്ക്ക് വിനു ഒരു സ്റ്റോറി ഇട്ടിരുന്നു ഒരു ഉദ്ഘാടനത്തിന്റെ. അത് ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ സ്റ്റോറി ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്തായിരുന്നു. ഒരു സ്കൂളിൽ ഉദ്ഘാടനത്തിന് ഇവർ രണ്ടുപേരെയും, ഉദ്ഘാടനത്തിനല്ല, ഒരു സ്കൂളിലെ ഒരു പരിപാടിക്ക് ഇവർ രണ്ടുപേരെയും ക്ഷണിച്ചിരിക്കുന്നതായിട്ട്. പിന്നെ അത് കട്ട് ചെയ്ത് കളഞ്ഞു. അതിനുശേഷമാണ് ഇവർ രണ്ടുപേരും അൺഫോളോ ചെയ്തത്. ഈ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് രണ്ടുപേരും അൺഫോളോ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അതൊരു വലിയ ചർച്ചയായിട്ടുണ്ട്, എന്താണ് കാര്യം എന്നുള്ളത്. അതിനകത്ത് വിനുവിനെ കുറ്റപ്പെടുത്തുന്നവരും ഉണ്ട്, അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നവരും ഉണ്ട്. അതുപോലെ തന്നെ വിനുവിന് സപ്പോർട്ട് നിൽക്കുന്നവരും ഉണ്ട്, അനുമോളെ കുറ്റപ്പെടുത്തുന്നവരും ഉണ്ട്. അതിലെ റിയൽ എന്താണ് അവർ തമ്മിലുള്ള വിഷയങ്ങളെന്നോ അല്ലെങ്കിൽ അങ്ങനെ വലിയ വിഷയങ്ങളുണ്ടോ എന്നൊന്നും നമുക്കറിയത്തില്ല. അതുകൊണ്ട് നമുക്ക് അതിനകത്ത് പ്രതികരിക്കാനും പറ്റത്തില്ല. അത് ഒഫീഷ്യലായിട്ട് ഇവരാരും അല്ലെങ്കിൽ ഞങ്ങൾ അടിച്ചു പിരിഞ്ഞെന്നോ അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ അതിൽ പ്രശ്നമുണ്ടെന്നോ ഒന്നും ഇവരെ അറിയിച്ചിട്ടില്ല. നമുക്ക് പിന്നെ എല്ലാം ഊഹിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം ഒരു ഇനോഗ്രേഷൻ നടന്നിരുന്നു. ഞാൻ ആദ്യം അതിന്റെ വീഡിയോ കാണിക്കാം, എന്നിട്ട് ഞാൻ മറ്റൊരു കാര്യം പറയാം. എല്ലാ എപ്പിസോഡും കണ്ടായിരുന്നു. ആരെ ഏറ്റവും കൂടുതൽ ഇഷ്ടം? അനുമോളെ തന്നെ. എന്നെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പേരക്കുട്ടിക്ക് ഇഷ്ടമാണോ? താങ്ക് യു. എന്തോ എന്റെ ബാഗിലുണ്ട്. ആ എന്തുവാ എല്ലാ വീഡിയോസും ഇഷ്ടമാണോ? സ്കൂളിൽ പോകാനല്ലേ? അപ്പോ സ്കൂളിൽ പോവാണ്ടിരുന്നാണേ. അനുമോളുടെ ഒരു ചെറിയ പിആറിനെയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഒരു കുട്ടി പിആറിന്റെ സൗണ്ടാണ് നമ്മൾ ഈ കേട്ടത്. അത് ഒരു പിആറാന്ന് പറയാലോ, പറയുന്നുണ്ട് എനിക്ക് അനുമോള് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ കാണാറുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അവരുടെ അമ്മയോ അമ്മയുടെ അമ്മയോ ആരെങ്കിലും ആയിരിക്കാം, എനിക്കൊന്നും അമ്മയായിരിക്കാം, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ബിഗ് ബോസ് കാണുന്നത് തന്നെ അനുമോളെ കാണാൻ വേണ്ടിയാണെന്നൊക്കെ പറയുന്നുണ്ട്. ബിഗ് ബോസ് കാണാറുണ്ടെന്ന് പറയുമ്പോൾ തന്നെ അനുമോൾ ചോദിക്കുന്നുണ്ട് ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് ചോദിക്കുമ്പോൾ അനുമോളെയാണെന്ന് പറയുന്നുണ്ട്. ഇവരൊക്കെയാണ് അനുമോളുടെ പിആറുകൾ. എവിടെ പോയാലും അമ്മമാരും കുട്ടികളും എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ട് അനുമോളെ. അപ്പൊ നിങ്ങൾ ഞാൻ പ്രത്യേകം ഇതിനകത്ത് വേറെ കാര്യം പറയാനാണ് ഞാൻ ഈ വീഡിയോ കാണിച്ചത് തന്നെ. ആ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഇതിനകത്തൊരു ഡ്രസ്സ് ഇടുന്നുണ്ട്. അതേ സെയിം ഡ്രസ്സ് തന്നെയാണ് വിനുവിന്റെ ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. ഈ അൺഫോളോ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇന്നിട്ട ഒരു വീഡിയോയിലാണ് അനുമോളും വിനുവും കൂടെ ഉള്ള ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിലും ഈ സെയിം ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് ആ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്ക് ഇവർ തമ്മിൽ എന്തെങ്കിലും വിഷയമുണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നിയേക്കാം. എന്താണെന്ന് വെച്ചാൽ അതുപോലെ സന്തോഷത്തോടു കൂടിയാണ് അതേ ഡ്രസ്സ് അതേ അന്ന് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം തന്നെ എടുത്ത വീഡിയോ ആണ്, അതിന് മുമ്പൊന്നും എടുത്തു വെച്ച വീഡിയോ അല്ല. അപ്പം ഇവർ തമ്മിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും വിഷയം ഉണ്ടെന്ന് നമുക്ക് ഊഹിച്ചു വല്ലതും പറയാമെന്ന് മാത്രമേ ഉള്ളൂ. ഇവരുടെ ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് ഒഫീഷ്യലായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ പറ്റൂ. പിന്നെ ചിലർ വിനുവിനെ കുറ്റപ്പെടുത്തുന്നവരുണ്ട്. PR ആയതുകൊണ്ട് PR എന്ന് പറഞ്ഞിട്ട് വിനു ഒരുപാട് കണ്ടന്റ് ഉണ്ടാക്കി അനുമോളെ വെച്ച് അനുമോളുടെ PR ആണെന്ന് പറഞ്ഞിട്ട് മെയിൻ സ്ട്രീമിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇന്റർവ്യൂസ് കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആദ്യം മുതലേ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ വിനു പറഞ്ഞിട്ടില്ല വെളിയിൽ വന്നിട്ട് ആദ്യം ഒന്നും ഞാനാണ് ഈ പറയുന്ന അനുമോളുടെ PR എന്ന്. ഇത് മറ്റൊരാളാണ് വിനുവിന്റെ പേരെടുത്തിട്ടതും വിനുവിന്റെ ഇതാണ് അനുമോളുടെ PR എന്ന് പറഞ്ഞതും മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവന്നതും. അതിനുശേഷം പിന്നെ ചാനലുകളെല്ലാം എന്തായാലും പോയി ചോദിക്കും. അതുപോലെ തന്നെ ഈ PR-നെ കുറിച്ച് ചോദിച്ചു. അങ്ങനെയാണ് ഈ പറഞ്ഞ വിനു മുന്നിലേക്ക് വന്നത്. ഇതിനകത്ത് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല. അറിയാത്ത കാര്യം അപ്പൊ നമുക്ക് ഊഹിച്ച് ഞാൻ ഈ പറഞ്ഞതുപോലെ പറയാൻ പറ്റത്തില്ലല്ലോ. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇവർ തമ്മിൽ എന്തെങ്കിലും വലിയൊരു വിഷയം ഉണ്ട് എന്നുള്ള രീതിയിൽ? ഒരിക്കലും ഇല്ല. അവരെപ്പോഴും പോസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ രണ്ടുപേരും എപ്പോഴും കാണുമ്പോൾ എങ്ങനെയാണോ പെരുമാറുന്നത് ആ രീതിയിൽ പെരുമാറുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ എനിക്ക് അറിയത്തില്ല. അപ്പം അതിനി പേഴ്സണലായിട്ട് ഇനി അവർക്ക് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഒന്നുകിൽ അത് വെളിയിൽ വരണം, അല്ലെങ്കിൽ ഇവർ രണ്ടുപേരിൽ ഒരാൾ പറയുകയും ചെയ്യണം. ഇപ്പൊ മെയിൻ ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ നടക്കുന്ന ഒരു പരിപാടിയാണ് ഫോളോ ചെയ്യുക അൺഫോളോ ചെയ്യുക. ഇവരെ പോലെ ഇപ്പൊ ഈ സെലിബ്രിറ്റീസിന്റെ ലെവലിൽ നിൽക്കുന്നവരൊക്കെ ഈ ഫോളോ അൺഫോളോ ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കപ്പെടും. ഇപ്പൊ തന്നെ ഈ വിനുവിന്റെയും ഈ അനുമോളുടെയും തന്നെ ഫോളോ ചെയ്തു അൺഫോളോ ചെയ്തു എന്നുള്ള കാര്യം തന്നെ അതും ഒരു വലിയ ചർച്ചയായല്ലോ. ഇനി അതൊരു ചർച്ചയാക്കാൻ വേണ്ടി വേണമെങ്കിലും അങ്ങനെ ചെയ്യാം. എന്തായാലും ഇപ്പൊ PR ഒക്കെ പോയിരിക്കുന്ന സമയമാണ്. പിന്നെ ഈ PR എന്ന് പറയുന്നത് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് എന്റെ വീഡിയോയിൽ. എന്തായാലും അടുത്ത പ്രാവശ്യം പോകുന്നവർക്ക് എന്തായാലും വിനു ഒരു പ്രധാന ഘടകമാണ് ബിഗ് ബോസിലേക്ക് പോകുന്നവർക്ക്. ഇനിയിപ്പോ ആരും പ്രത്യേകം പറയൊന്നും വേണ്ട, എല്ലാവർക്കും അറിയാം വിനു ഒരു നല്ലൊരു PR ആണ് എന്നുള്ളത്. എന്ന് വെച്ചാൽ വിനു PR എടുത്തു കഴിഞ്ഞാൽ അതില് വിജയം ഉറപ്പാണ് എന്നുള്ള രീതിയിൽ. പക്ഷേ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, വിനു ഒരാളുടെ PR ഒന്നുമല്ല എടുത്തത്, ഈ പറഞ്ഞ രണ്ടുപേരുടെയും PR അല്ല എടുത്തത്. വിനു കുറെ പേരുടെ PR എടുത്തിട്ടുണ്ടായിരുന്നു.
ആ PR-ൽ ഒരാൾ വിൻ ചെയ്തു, അത്രേ ഉള്ളൂ. എല്ലാരും പറയുമ്പോഴത്തേക്ക് അനുമോളുടെ മാത്രമേ PR എടുത്തുള്ളൂ എന്ന് നമുക്ക് തോന്നും. പലരുടെയും ഇത് കണ്ടു കഴിഞ്ഞാൽ വിനു എടുത്തത് അനുമോളുടെ മാത്രം PR ആയിരുന്നു, അതുകൊണ്ട് അനുമോൾ ജയിച്ചു എന്ന് പറയുന്നത് പോലൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരിക്കലും അങ്ങനെയല്ല. വിനു എടുത്ത PR എന്ന് വെച്ചാൽ ഒരാളുടെ മാത്രമല്ല, പലരുടെയും PR എടുത്തിട്ടുണ്ട്, അതിലൊരാൾ ജയിച്ചു. അതിപ്പം അടുത്ത പ്രാവശ്യം വേണമെങ്കിലും ഈ വരുന്നവരുടെ എല്ലാം സ്വീകരിക്കാം. ചിലപ്പോൾ 22 പേര് പോകുന്നുണ്ടെങ്കിൽ 22 പേരുടെയും PR ചിലപ്പോൾ വിനു ആയിരിക്കും. അതിലൊരാള് ചിലപ്പം ഇങ്ങനെ കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടായി ചിലപ്പം രക്ഷപ്പെട്ടു പോയെങ്കിൽ പിന്നെ അത് വിനു ചെയ്തതാണ്, അല്ലെ വിനു ഭയങ്കര PR ആണെന്നുള്ള രീതിയിലേ വരത്തുള്ളൂ. ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഒരാളുടെ മാത്രം PR എടുത്തിട്ടാണ് ആ ആളിനെ വിജയിപ്പിച്ചതെങ്കിൽ നമുക്ക് ഓക്കെ, വലിയൊരു PR ആണ്, വലിയ കൊടികെട്ടിയ PR ആണെന്നൊക്കെ പറയാം. വിനു മോശമെന്നല്ല ഞാൻ ഈ പറയുന്നത്, പക്ഷെ വിനു എടുത്തത് ഒരുപാട് പേരുടെ PR ആണ്, അതിലൊരാൾ ജയിച്ചു, അത്രേ ഉള്ളൂ. അത് മനസ്സിലാകേണ്ടവർക്ക് മനസ്സിലാകും. എന്തായാലും ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. നേരത്തെ പറഞ്ഞതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഹൈപ്പ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.